ലോകം മുഴുവൻ ഇന്ന് ഉറ്റുനോക്കുന്നത് ഭാരതത്തിലേക്കാണ്. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ആരുടെയും മുന്നിൽ തലകുനിക്കാത്ത, സ്വന്തം രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്കായി ഏതറ്റം വരെയും പോകുന്ന ഒരു നവഭാരതത്തെയാണ് നാം ഇന്ന് കാണുന്നത്. ഇറാൻ ഇസ്രായേൽ സംഘർഷം മൂലം ലോകം ഒരു വലിയ ഊർജ പ്രതിസന്ധിയിലേക്ക് നീങ്ങുമ്പോൾ അമേരിക്ക പോലും ഭാരതത്തിന് മുന്നിൽ സമ്മതം മൂളിയിരിക്കുകയാണ്. അതെ, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൽ ഇന്ത്യക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്കുകളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം ഇളവ് വരുത്തിയിരിക്കുകയാണ്. ഇന്ത്യ ആരുടെയും മുന്നിൽ മുട്ടുമടക്കില്ല എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത മോദി സർക്കാരിന്റെ മാസ്റ്റർ സ്ട്രോക്ക്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? നമുക്ക് നോക്കാം. മിഡിൽ ഈസ്റ്റിൽ യുദ്ധം കനക്കുകയാണ്. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ സിംഹഭാഗവും നിയന്ത്രിക്കുന്ന ഹോർമൂസ് കടലിടുക്ക് ഉപരോധിക്കുമെന്ന് ഇറാൻ ഭീഷണി മുഴക്കി. ഇത് സംഭവിച്ചാൽ ലോകത്ത് എണ്ണവില കുതിച്ചുയരും. ഇന്ത്യയെ സംബന്ധിച്ച ഇത് വലിയൊരു പ്രതിസന്ധിയാണ്. കാരണം നമ്മുടെ എണ്ണ ഇറക്കുമതിയുടെ 40% കടന്നു പോകുന്നത് ഈ വഴിയിലൂടെയാണ്. ഇവിടെയാണ് ഇറാന്റെ സമ്മർദ്ദ തന്ത്രം തകർക്കാൻ ഇന്ത്യയും അമേരിക്കയും കൈകോർക്കുന്നത്. ആഗോള വിപണി തകരാതിരിക്കണമെങ്കിൽ ഇന്ത്യക്ക് റഷ്യൻ എണ്ണ ലഭിച്ചേ തീരുമെന്ന് വൈറ്റ് ഹൗസിന് ബോധ്യപ്പെട്ടു. അതിന്റെ ഫലമായാണ് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ഇന്ത്യക്ക് 30 ദിവസത്തേക്ക് പ്രത്യേക ഗ്രീൻ സിഗ്നൽ നൽകിയത്. എന്തുകൊണ്ടാണ് ട്രംപ് ഇന്ത്യക്ക് ഈ ഇളവ് നൽകിയത്? അവിടെയാണ് നരേന്ദ്രമോദി എന്ന ഭരണാധികാരിയുടെ വിജയം. ലോകം 2 ചേരികളായി തിരിഞ്ഞപ്പോഴും റഷ്യയുമായുള്ള സൗഹൃദം ഇന്ത്യ ഉപേക്ഷിച്ചില്ല. അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയപ്പോഴും ഭാരതത്തിലെ സാധാരണക്കാരന് കുറഞ്ഞ വിലയ്ക്ക് ഇന്ധനം എത്തിക്കുക എന്നതാണ് എന്റെ മുൻഗണന എന്ന് മോദി സർക്കാർ പ്രഖ്യാപിച്ചു. ജനുവരിയിൽ റഷ്യൻ ഇറക്കുമതി കുറഞ്ഞപ്പോൾ പലരും കരുതി ഇന്ത്യ സമ്മർദ്ദത്തിന് വഴങ്ങിയെന്ന്. എന്നാൽ 95 ലക്ഷം ബാരൽ എണ്ണയുമായി റഷ്യൻ ടാങ്കറുകൾ ഇന്ത്യൻ സമുദ്രത്തിന് തൊട്ടടുത്ത് നിലയുറപ്പിച്ചു. ട്രംപ് ഭരണകൂടവുമായി നടത്തിയ കൃത്യമായ ചർച്ചകളിലൂടെ 1 മാസത്തേക്ക് ഉപരോധമില്ലാതെ എണ്ണ വാങ്ങാനുള്ള അനുമതി ഇന്ത്യ നേടിയെടുത്തു. ഇത് കേവലം ഒരു വ്യാപാരമല്ല, മറിച്ച് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ കരുത്താണ്. ഈ നീക്കം കൊണ്ട് സാധാരണക്കാരായ നമുക്ക് എന്തു ഗുണം? അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില ബാരലിന് $83 മുകളിൽ പോയിട്ടും ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില വർദ്ധിക്കില്ല എന്ന ശുഭവാർത്തയാണ് ഇപ്പോൾ വരുന്നത്. റഷ്യയിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ എണ്ണ എത്തുന്നതോടെ നമ്മുടെ വിപണി സുരക്ഷിതമായിരിക്കും. ഈ നീക്കത്തിന്റെ മറ്റൊരു വലിയ വശം നിങ്ങൾക്കറിയാമോ? റഷ്യൻ എണ്ണയുടെ ഏറ്റവും വലിയ ഉപഭോക്താവായി ചൈനയെ പിന്തള്ളി ഭാരതം മാറിയിരിക്കുകയാണ്. ചൈന പോലും മടിച്ചു നിന്ന സമയത്താണ് ഇന്ത്യ ഉറച്ച തീരുമാനമെടുത്തത്. ഡോളറിനെ ആശ്രയിക്കാതെ തന്നെ വ്യാപാരം നടത്താനുള്ള വഴികളും ഇന്ത്യ തേടുന്നുണ്ട്. റഷ്യയുമായുള്ള ഈ വലിയ ഇടപാടിലൂടെ ഇന്ത്യൻ രൂപയുടെ മൂല്യം അന്താരാഷ്ട്ര വിപണിയിൽ വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. അമേരിക്കൻ ഡോളറിന് പകരമായി രൂപയിൽ പണം നൽകാൻ സാധിച്ചാൽ അത് ഭാരതത്തിന്റെ സാമ്പത്തിക ചരിത്രത്തിലെ തന്നെ വലിയൊരു വിപ്ലവമാകും. റഷ്യയുമായുള്ള ഈ 30 ദിവസത്തെ പ്രത്യേക വ്യാപാരം ഇതിനുള്ള ഒരു പരീക്ഷണം കൂടിയാണ്. ഇന്ത്യയിൽ ഇന്ധനവില കൂടുമെന്ന് പറഞ്ഞ് ആഘോഷിക്കാൻ കാത്തിരുന്നവർക്കുള്ള കനത്ത തിരിച്ചടിയാണിത്. ആഗോള വിപണിയിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോഴും സാധാരണക്കാരന്റെ അടുക്കള ബജറ്റ് തകരാതെ കാക്കാൻ മോദി സർക്കാർ കാണിക്കുന്ന ഈ ജാഗ്രത പ്രശംസനീയമാണ്. ആദ്യം എന്റെ രാജ്യം എന്റെ ജനത എന്ന മോദിയുടെ നയം തന്നെയാണ് ഇവിടെയും വിജയിക്കുന്നത്. സുഹൃത്തുക്കളെ, മോദിക്ക് നന്നായിട്ട് അറിയാം എവിടെ എങ്ങനെ പ്രവർത്തിക്കണമെന്ന്. ലോകം മുഴുവൻ ഉപരോധങ്ങളുമായി റഷ്യയെ വളഞ്ഞപ്പോൾ ഭാരതം മാത്രം പിന്നോട്ട് പോയില്ല. എന്റെ രാജ്യത്തെ ജനങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വേണം. അതിന് റഷ്യയുമായി വ്യാപാരം നടത്തുമെന്ന് ഉറപ്പിച്ചു പറയാൻ ഒരു ചങ്കൂറ്റം വേണം. ആ ചങ്കൂറ്റമാണ് ഇന്ന് ട്രംപ് ഭരണകൂടത്തെ കൊണ്ട് പോലും ഈ ഗ്രീൻ സിഗ്നൽ നൽകിപ്പിച്ചത്. ഇതിനെയാണ് സ്ട്രോങ് ലീഡർഷിപ്പ് എന്ന് വിളിക്കുന്നത്. ഒരു വശത്ത് അമേരിക്കയുമായി ഉറ്റ സൗഹൃദം, മറുവശത്ത് റഷ്യയുമായി തന്ത്രപരമായ ബന്ധം. ഈ 2 വൻ ശക്തികളെയും ഇന്ത്യയുടെ ആവശ്യങ്ങൾക്കായി ഒരേ തട്ടിൽ കൊണ്ടുവരാൻ മോദിക്ക് സാധിച്ചു. ഇത് കേവലം ഭാഗ്യമല്ല, വർഷങ്ങൾ നീണ്ട കൃത്യമായ പ്ലാനിങ്ങിന്റെയും വിദേശ നയത്തിന്റെയും ഫലമാണ്. ഇറാന്റെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ ആഗോള വിപണിയിലെ തരംഗങ്ങൾ നോക്കി ഇന്ത്യയുടെ കപ്പൽ സുരക്ഷിതമായി നയിക്കുന്ന ക്യാപ്റ്റൻ നരേന്ദ്രമോദി. എന്തിനാണ് ലോകം മോദിയെ വിശ്വഗുരു എന്ന് വിളിക്കുന്നതെന്ന് ചോദിക്കുന്നവർക്ക് ഈ എണ്ണ കരാർ ഒരു മറുപടിയാണ്. ലോക രാജ്യങ്ങൾക്കിടയിൽ ഒരു സംഘർഷം ഉണ്ടാകുമ്പോൾ ഒന്നുകിൽ അമേരിക്കയുടെ പക്ഷത്തോ അല്ലെങ്കിൽ റഷ്യയുടെ പക്ഷത്തോ നിൽക്കാൻ മറ്റു രാജ്യങ്ങൾ നിർബന്ധിതരാകുമ്പോൾ സ്വന്തം പക്ഷത്ത് ഉറച്ചു നിൽക്കാൻ മോദിക്ക് സാധിക്കുന്നുണ്ട്. പുടിനെ കണ്ണിൽ നോക്കി ഇത് യുദ്ധത്തിന്റെ യുഗമല്ല എന്ന് പറയാനും, അതേപോലെ തന്നെ ട്രംപിന്റെ കൈപിടിച്ച ഇന്ത്യയുടെ ഊർജ ആവശ്യങ്ങൾ എനിക്ക് പ്രധാനമാണെന്ന് ബോധ്യപ്പെടുത്താനും മോദിക്ക് കഴിഞ്ഞു. ഇതൊരു അസാമാന്യമായ നേതൃത്വ പാഠമാണ്. ലോകം മുഴുവൻ ഇന്ന് മോദിയെ ഉറ്റുനോക്കുന്നത് സമാധാനത്തിന്റെ ഭാഷ സംസാരിക്കുന്ന, എന്നാൽ സ്വന്തം രാജ്യത്തിന് വേണ്ടി ആരുടെയും മുന്നിൽ മുട്ടുമടക്കാത്ത ആ ചങ്കൂറ്റം കണ്ടിട്ടാണ്.
പണ്ട് വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ ഇന്ത്യൻ പ്രതിനിധികൾക്ക് കിട്ടിയിരുന്ന പരിഗണനയല്ല ഇന്ന് ലഭിക്കുന്നത്. ഇന്ന് G7 ഉച്ചകോടിയായാലും G20 ആയാലും നരേന്ദ്രമോദി എത്തുമ്പോൾ ലോക നേതാക്കൾ അദ്ദേഹത്തിന് ചുറ്റും കൂടുകയാണ്. ട്രംപ് പോലും മോദിയെ വിശേഷിപ്പിച്ചത് ഫാദർ ഓഫ് ഇന്ത്യ എന്നും ഗ്രേറ്റ് ലീഡർ എന്നുമാണ്. ആ ബഹുമാനം വെറുതെ കിട്ടിയതല്ല, അത് ഭാരതം നേടിയെടുത്തതാണ്. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ പലരും കരുതി ഇന്ത്യക്ക് ഇനി കാര്യങ്ങൾ ബുദ്ധിമുട്ടാകുമെന്ന്. എന്നാൽ സംഭവിച്ചത് മറിച്ചാണ്. ട്രംപിനെ പോലെയുള്ള കരുത്തനായ നേതാവിനെ എങ്ങനെ ബഹുമാനിക്കണമെന്നും അതുപോലെ തന്നെ ഭാരതത്തിന്റെ ആവശ്യങ്ങൾ എങ്ങനെ അംഗീകരിക്കണമെന്നും മോദിക്ക് കൃത്യമായ പ്ലാൻ ഉണ്ടായിരുന്നു. ഇന്ന് ട്രംപ് ഭാരതത്തിന് ഈ ഇളവ് നൽകിയത് മോദിയുമായുള്ള ആഴത്തിലുള്ള ബന്ധം കാരണമാണ്. ലോക രാജ്യങ്ങളെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് സ്വന്തം രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ മോദിക്ക് കഴിഞ്ഞു. ഇത് കേവലം രാഷ്ട്രീയമല്ല, ഇതൊരു ലോകോത്തര നയതന്ത്രമാണ്. അമേരിക്കയും റഷ്യയും ഒരേപോലെ ഇന്ത്യക്കൊപ്പം നിർത്താൻ കഴിയുന്ന മറ്റൊരു നേതാവിനെ ഇന്ന് ലോകത്തിൽ ചൂണ്ടിക്കാണിക്കാനില്ല. മോദിയുടെ ഈ മാന്ത്രികതയാണ് ഭാരതത്തിന്റെ കരുത്ത്. സുഹൃത്തുക്കളെ, ഈ ചർച്ചകൾ അവസാനിപ്പിക്കുമ്പോൾ നാം ഒരു കാര്യം ഉറപ്പിച്ച് മനസ്സിലാക്കണം. ഇന്ന് ലോകത്തിന്റെ ഭൂപടത്തിൽ ഭാരതം എന്നത് വെറും ഒരു രാജ്യമല്ല, മറിച്ച് ലോകഗതിയെ നിയന്ത്രിക്കാൻ ശേഷിയുള്ള ഒരു വൻ ശക്തിയാണ്. ലോകത്തെ വൻ ശക്തികൾ ഇന്ന് ഭാരതത്തെ നോക്കി അമ്പരക്കുകയാണ്. റഷ്യയും അമേരിക്കയും കൊമ്പുകോർക്കുമ്പോൾ അവർക്കിടയിൽ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ധീരമായി മുന്നോട്ട് പോകാൻ ലോകത്ത് ഇന്ന് ഒരു രാജ്യത്തിനേ കഴിയും, അത് നമ്മുടെ ഭാരതമാണ്. നരേന്ദ്രമോദി എന്ന ഭരണാധികാരി ലോകത്തിന് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. ഇന്ത്യ ഫസ്റ്റ്. ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്കും ഇവിടുത്തെ സാധാരണക്കാരന്റെ ജീവിതത്തിനും തടസ്സമാകുന്ന ഒരു സമ്മർദ്ദത്തിനും മുന്നിൽ നാം വഴങ്ങില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് ഇളവ് നൽകിയത് വെറും ഒരു ഔദാര്യമല്ല, മറിച്ച് ഇന്ത്യയെ പിണക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ അമേരിക്കയ്ക്ക് പോലും ആകില്ല എന്ന തിരിച്ചറിവാണ്. പണ്ട് ഉപരോധം എന്ന് കേൾക്കുമ്പോൾ ഭയന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു നമുക്ക്. എന്നാൽ ഇന്ന് ഉപരോധം ഏർപ്പെടുത്തിയവരൊക്കെ തന്നെ അത് പിൻവലിക്കാൻ സാധിക്കുന്ന തരത്തിൽ ഭാരതം വളർന്നു കഴിഞ്ഞു. ട്രംപിന്റെ ഭരണകൂടം റഷ്യൻ എണ്ണ കമ്പനികൾക്ക് മേൽ വിലക്ക് ഏർപ്പെടുത്തിയപ്പോഴും ഇന്ത്യക്ക് മാത്രം ഗ്രീൻ സിഗ്നൽ നൽകിയത് മോദി സർക്കാർ നടത്തിയ നിശബ്ദമായ നയതന്ത്ര പോരാട്ടത്തിന്റെ വിജയം തന്നെയാണ്. ഇത് കേവലം എണ്ണയുടെ കാര്യമല്ല, മറിച്ച് ലോകത്തിനു മുന്നിൽ ഭാരതം നേടിയെടുത്ത അന്തസ്സാണ്. ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ച് ലോകത്തെ ഭീഷണിപ്പെടുത്താൻ നോക്കിയപ്പോൾ ലോകം മുഴുവൻ എണ്ണ വിലയോർത്ത് വിറച്ചപ്പോൾ മോദി സർക്കാർ റഷ്യൻ കടലിടുക്കിലൂടെ ഭാരതത്തിന് വേണ്ട ഇന്ധനം ഉറപ്പാക്കി. അമേരിക്കയോട് കണ്ണിൽ നോക്കി ഞങ്ങൾക്ക് ഞങ്ങളുടെ ജനതയുടെ താല്പര്യമാണ് വലുതെന്ന് പറയാൻ കാണിച്ച ആ ആർജവമുണ്ടല്ലോ, അതാണ് ഒരു യഥാർത്ഥ നേതാവിന്റെ ലക്ഷണം. ഓർക്കുക, 140 കോടി ജനങ്ങളുള്ള ഒരു വികസിത രാഷ്ട്രത്തിലേക്കുള്ള പ്രയാണത്തിലാണ് നമ്മൾ. ഈ യാത്രയിൽ ആരെങ്കിലും തടസ്സവാദങ്ങളുമായി വന്നാൽ അത് ട്രംപ് ആയാലും പുടിൻ ആയാലും ശരി, അവരുമായി സംസാരിച്ച് അവരെ ബോധ്യപ്പെടുത്തി ഭാരതത്തിന്റെ വഴി സുഗമമാക്കാൻ മോദിക്ക് അറിയാം. ആ ചാണക്യ തന്ത്രമാണ് ഇന്ന് പെട്രോൾ പമ്പുകളിലെ വില കൂടാതെ നമ്മെ സംരക്ഷിക്കുന്നത്. നമ്മുടെ വിദേശകാര്യ നയം ഇന്ന് ആരുടെയും അടിമയല്ല, നമ്മൾ ആരുടെയും പക്ഷത്തല്ല, നമ്മൾ ഭാരതത്തിന്റെ പക്ഷത്താണ്. ലോക രാജ്യങ്ങൾക്കിടയിൽ ഭാരതം ഇന്നൊരു മധ്യസ്ഥനാണ്, ഒരു തീരുമാനമെടുക്കുന്ന ശക്തിയാണ്. മോദിയുടെ നേതൃത്വത്തിൽ ഭാരതം ആരുടെയും മുന്നിൽ മുട്ടുമടക്കില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായി ഈ എണ്ണ കരാർ ചരിത്രത്തിൽ രേഖപ്പെടുത്തും. അതുകൊണ്ട് ഓരോ ഭാരതീയനും ഇന്ന് അഭിമാനിക്കാം, നമ്മുടെ രാജ്യം സുരക്ഷിതമായ കരങ്ങളിലാണ്. നയതന്ത്രത്തിന്റെ ആകാശത്ത് ഭാരതത്തിന്റെ പതാക ഉയർന്നു തന്നെ പറക്കും. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.